വെൽക്കം ടു ദ വേൾഡ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്പർ സിസ്റ്റം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈനറി നമ്പർ സിസ്റ്റം. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരേ ഒരു നമ്പർ സിസ്റ്റം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ഡെഫിനറ്റ്ലി വി ക്യാൻ സേ ഇറ്റ് ഈസ് ബൈനറി നമ്പർ സിസ്റ്റം. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം അല്ല, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത് ബൈനറി നമ്പർ സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ബൈനറി നമ്പർ സിസ്റ്റത്തെ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ഓക്കെ, സോ എന്തൊക്കെയാണ് ബൈനറി നമ്പർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്? ബൈനറി നമ്പർ സിസ്റ്റം, റൈറ്റ്? ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ്, ബൈനറി നമ്പർ സിസ്റ്റം. ഓക്കെ, ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി നമ്പർ സിസ്റ്റത്തെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സിമ്പിൾസ് ഏതൊക്കെയാണ്? ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സിമ്പിൾസ് 0 and 1. മറ്റൊരു പോയിന്റ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസ് അഥവാ റാഡിക്സ് എന്ന് പറയുന്നത്, ബേസ് ഓർ റാഡിക്സ് എന്ന് പറയുന്നത് രണ്ട് സിമ്പിൾസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 2, ബേസ് ഇസ് 2. ദെൻ ദിസ് ഈസ് എ പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. ദിസ് ഈസ് എ പൊസിഷണൽ നമ്പർ സിസ്റ്റം. ഇതാണ് പ്രധാനപ്പെട്ട 3 പോയിന്റ്. ഓക്കെ, നമുക്കറിയാം ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് എത്ര സിമ്പിൾസ് ഉണ്ടായിരുന്നു? 10 സിമ്പിൾസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മൾ 10 സിമ്പിൾസ് ഉണ്ടായിരുന്നു അല്ലേ? 10 സിമ്പിൾസ് ഏതൊക്കെയാണ്? 0, 1, 2 അങ്ങനെ 9 വരെ 10 സിമ്പിൾസ് ഉണ്ടായിരുന്നു. പക്ഷേ ബൈനറി നമ്പർ സിസ്റ്റത്തിനകത്ത് നമുക്ക് ആകെ 2 സിമ്പിൾസേ ഉള്ളൂ, 0 and 1. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്, റാഡിക്സ് ഇസ് 2. അതുപോലെ ബൈനറി നമ്പർ സിസ്റ്റവും ഡെസിമൽ നമ്പർ സിസ്റ്റം പോലെ തന്നെ പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. ഓക്കെ, ഇനി ചില ബൈനറി നമ്പറുമായിട്ട് നമുക്ക് പരിചയപ്പെടാം. ബൈനറി നമ്പേഴ്സ് ഇപ്പോൾ 0യെ റെപ്രസെൻ്റ് ചെയ്യുക ദിസ് 0, 1 വിൽ റൈറ്റ് ലൈക്ക് ദിസ്, 2 വിൽ റൈറ്റ് ലൈക്ക് ദിസ്, 3 this is 3, this is 4, this is 5, this is 6, this is 7, this is 8. ഇങ്ങനെയാണ് നമ്മൾ ബൈനറിയിൽ നമ്പേഴ്സ് എഴുതുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എങ്ങനെയാണ് ഇങ്ങനെ എഴുതുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ബൈനറിയിൽ ഇങ്ങനെ 2 സിമ്പിൾസ് മാത്രം ഉപയോഗിച്ച് വ്യത്യസ്തമായ നമ്പറുകൾ എഴുതുന്നത്? അപ്പോൾ നമുക്ക് ഈ നമ്പറിനെ ഒന്ന് ഡെസിമൽ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യാം. ഇത് 0, ഇത് ഡെസിമലിൽ 0 ആണ്. ദിസ് ഇസ് ഡെസിമലിൽ 1 തന്നെ. പക്ഷേ ഇത് ഡെസിമലിൽ 2 ആണ്. ദിസ് ഈസ് 3, ദിസ് ഇസ് 4, ദിസ് ഇസ് 5, ദിസ് ഇസ് 6, ദിസ് ഇസ് 7, ദിസ് ഇസ് 8. അതായത് ഡെസിമലിൽ നമ്മൾ 8 എന്ന് എഴുതുന്നതിന് പകരം ബൈനറിയിൽ നമ്മൾ എന്ത് എഴുതണം? 1000 എന്ന് എഴുതണം. ഡെസിമലിൽ നമ്മൾ 4 അല്ലെങ്കിൽ 5 എന്ന് എഴുതണതിന് പകരമായിട്ട് ബൈനറിയിൽ നമ്മൾ എന്ത് ചെയ്യണം? 101 എന്ന് എഴുതണം. അപ്പോൾ എങ്ങനെയാണ് ഈ നമ്പറുകൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ? നമുക്ക് ഡെസിമലിൽ നിന്ന് തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ബൈനറിയിൽ നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവും. നമുക്കറിയാം നമ്മൾ ഡെസിമലിൽ എങ്ങനെ എഴുതുക? 0, 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ? 8 കഴിഞ്ഞാൽ 9. പിന്നെ 10 എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഇത് 0 ആക്കും, എന്നിട്ട് ലെഫ്റ്റിൽ ഒരു 1 കൊടുക്കും. അപ്പോൾ ലെഫ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇത് 10 ആണ് അല്ലേ? 10. 11 എങ്ങനെ എഴുതുക? 11, 12 അങ്ങനെ വന്നിട്ട് എവിടെ എത്തും? 19 എത്തും. 19 എത്തിയ 20 എങ്ങനെയാവുക? ഇതിനെ 0 ആക്കും, എന്നിട്ട് ഈ ഭാഗത്തൊന്ന് ഇൻക്രീസ് ചെയ്യും. 1 എന്നുള്ളത് എന്താവും? 2 ആവും അല്ലേ? പിന്നെ എങ്ങനെ എഴുതുക? 21, 22 അങ്ങനെ വന്നിട്ട് 29 ആവും. 30 ആവുന്നത് എങ്ങനെയാണ്? ഇത് 0 ആക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഒന്ന് കൂട്ടി കൊടുക്കും. 2ന് പകരം എന്താക്കും? 3 ആക്കും. അങ്ങനെയാണ് 30 എന്ന് കിട്ടുന്നത്. പിന്നെ 31, 32 അങ്ങനെ വന്നിട്ട് എവിടെ എത്തും? 39 ആവും. 40 ആവുന്നത് എങ്ങനെയാണ്? ഇവിടെ 0 ആക്കും, ഇതൊന്ന് കൂട്ടി കൊടുക്കും, 40. ഇങ്ങനെയല്ലേ നമ്മൾ നമ്പർ എഴുതുന്നത്? അങ്ങനെ ഇത് എഴുതി അവസാനം എവിടെ എത്തും? 98, 99 ആവും. പിന്നെ 100 എങ്ങനെ എഴുതുക? ഇത് 0 ആക്കും, ഇത് 0 ആക്കും, ഇത് 1 ആക്കും അല്ലേ? ഇവിടെ ഒന്ന് കൂട്ടി കൊടുക്കും. 99 കഴിഞ്ഞാൽ പിന്നെ വേറെ ഡിജിറ്റ് ഇല്ലല്ലോ, ഡെസിമലിലെ ഡിജിറ്റ് തീർന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഇതിനെ ഏറ്റവും ചെറിയ സംഖ്യയാക്കി. ഇവിടെ 99 കഴിഞ്ഞാൽ ഇവിടെ എന്താക്കി? 0 ആക്കി അല്ലേ? പിന്നെ എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഒരു ബിറ്റ് കൂട്ടി കൊടുത്തു. ഇനി ഇത് എഴുതി 101, 102 അല്ലേ? 101, 102, 103 അങ്ങനെ 109 ആവും അല്ലേ? 109 ആയാൽ പിന്നെ 110 എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? ഈ 9 ഉള്ളിടത്ത് 0 ആക്കും, ഇവിടെ ഒന്ന് കൂട്ടി കൊടുക്കും. അപ്പോൾ 110 അല്ലേ? ഇങ്ങനെ വന്ന് 119 ആവും. 19 ആകുമ്പോൾ ഈ 9ൻ്റെ സ്ഥാനത്ത് വീണ്ടും നമ്മൾ 0 ആക്കും, ഇതൊന്ന് കൂട്ടി കൊടുക്കും അല്ലേ?
ഇപ്പോൾ 120 ആകും. അങ്ങനെയാണ് 120 നമ്മൾ എഴുതുന്നത് അല്ലേ. ഇങ്ങനെ വന്ന് അവസാനം 999 ആവും അല്ലേ. 999 ആവും. ഇനി 1000 എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? ഇതിനെ 0 ആക്കും, ഇതിനെ 0 ആക്കും, ഇതിനെ 0 ആക്കും, ഇതിനെ 1 ആക്കും. മനസ്സിലായോ? ഇതേ ട്രിക്ക് തന്നെയാണ് നമ്മൾ എവിടെയും യൂസ് ചെയ്യുന്നത്, ബൈനറി നമ്പർ എഴുതാനും യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്കൊന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കാര്യം എളുപ്പമായി. ഇത് ഞാൻ ഒന്നുകൂടെ പറയാം, മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം. നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാകെ 10 സിമ്പിൾസ് ഉള്ളത്. 0, 1, 2, 3, 4 അല്ലേ, 5, 6, 7, 8, 9. 9 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 10നെ റെപ്രസെൻ്റ് ചെയ്യാൻ വേറെ ഡിജിറ്റ് ഇല്ല. പിന്നെ ഈ ഉള്ളത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 9 കഴിഞ്ഞാൽ ഇവിടെ 0 ആക്കും, ഇവിടെ 1 ആക്കും അല്ലേ. പിന്നെ 10 കഴിഞ്ഞാൽ 11, 12 ഇങ്ങനെ വന്നിട്ട് എവിടെ എത്തും? 19 ആകും. ഇനി 20 എങ്ങനെ എഴുതുന്നത്? ഇവിടെ 0 ആക്കും, ഇതിലൊന്ന് കൂട്ടി കൊടുക്കും 20 അല്ലേ. പിന്നെ 21, 22, 23, 29 ആവും. പിന്നെ എന്താക്കും? ഈ 9 ഉള്ളിടത്ത് 0 ആക്കും, ഇവിടെ ഒന്ന് കൂട്ടി കൊടുക്കും 30 ആവും. അങ്ങനെ വന്ന് നമ്മൾ എവിടെ എത്തും? 99 ആവും. 99 കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംഖ്യ എങ്ങനെ എഴുതുന്നത്? ഇത് 0 ആക്കി, ഇത് 0 ആക്കി, ഇവിടെ ഒന്ന് കൂട്ടി കൊടുക്കും. വന്ന് 119 ആവും. പിന്നെ ഇത് 0 ആക്കും, ഇവിടെ ഒന്ന് കൂട്ടി കൊടുക്കും. അപ്പോൾ ഇത് 2 ആവും, അപ്പോൾ 120 ആവും. ഇങ്ങനെ വന്ന് 129 ആവും അല്ലേ. ഇത് 0 ആക്കും, ഇത് 3 ആക്കും, ഇതൊന്ന് കൂട്ടി കൊടുക്കും അല്ലേ, 130. ഇങ്ങനെ വന്ന് 199 ആവും, 199 ആവും അല്ലേ. അപ്പോൾ ഇതെന്താക്കും? ഇത് 0 ആക്കും, ഇത് 0 ആക്കും, ഇവിടെ ഒന്ന് കൂട്ടി കൊടുക്കും 200. അങ്ങനെ 200 കിട്ടുന്നത്. ഇങ്ങനെ വന്ന് അല്ലേ 999 ആവും. അങ്ങനെ പിന്നെ 1000 ജനറേറ്റ് ചെയ്യണം എങ്ങനെയാണ്? ഇത് 0 ആക്കും, ഇത് 0 ആക്കും, ഇത് 0 ആക്കും, ഇവിടെ 1 ആക്കും. അതായത് ഏറ്റവും വലിയ ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പൊസിഷനിലെ ഡിജിറ്റ് 0 ആക്കിയിട്ട് തൊട്ട് ലെഫ്റ്റ് ഉള്ളത് കൂട്ടി കൊടുക്കും അല്ലേ. ഏറ്റവും വലിയ ഡിജിറ്റ് വന്നു കഴിഞ്ഞാൽ, ഏറ്റവും വലിയ ഡിജിറ്റ് ഏതാ? 9 വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം എന്താവും? 9ൻ്റെ പൊസിഷനിലെ 0 ആക്കും, തൊട്ട് ലെഫ്റ്റുള്ള കൂട്ടി കൊടുക്കും. 29 എത്തിക്കഴിഞ്ഞാൽ 9ൻ്റെ പൊസിഷനിലെ 0 ആക്കും, തൊട്ട് അടുത്തുള്ള ഒന്ന് കൂട്ടി കൊടുക്കും അല്ലേ. 99 എത്തിക്കഴിഞ്ഞാലോ ഇതും 0 ആക്കും, ഇതും 0 ആക്കും, പിന്നെ ഈ ഭാഗത്തുള്ള ഒന്ന് കൂട്ടി കൊടുക്കും. ഇങ്ങനെ വന്ന് 199 ആയാലോ എന്താ സംഭവിക്കുന്നത്? 200 നമുക്ക് എങ്ങനെ കിട്ടുന്നത്? 9 വന്നു കഴിഞ്ഞാൽ അവിടെ 0 കൊടുക്കും, ഇവിടെ 9 കഴിഞ്ഞാൽ ഇവിടെ 0 കൊടുക്കും, തൊട്ട് പുറത്തുള്ളത് ഒന്ന് കൂട്ടി കൊടുക്കും, 2 ആക്കും, ഒന്നുള്ള 2 ആക്കും അല്ലേ. പിന്നെ 9 മാക്സിമം എത്തിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്താക്കും? 0 ആക്കും അല്ലേ, 0 ആക്കും, ഇത് 0 ആക്കി, ഇത് 0 ആക്കി, ഇവിടെ ഒന്ന് കൂട്ടി കൊടുത്ത്. ഇങ്ങനെയാണ് നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ബൈനറി നമ്പർ സിസ്റ്റത്തിലും നമ്മൾ ചെയ്യുന്നത്. ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ആകെ 2 സിമ്പിളേ ഉള്ളൂ, 0യും 1ഉം. അപ്പോൾ ഇത് 0നെ റെപ്രസെൻറ്റ് ചെയ്തു, ഇത് 1നെ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നമുക്ക് 2 എങ്ങനെ എഴുതാം? ബൈനറിയിൽ എങ്ങനെയാണ് 2 എഴുതാം? കാരണം വേറെ സിമ്പിളൊന്നുമില്ല, 0യും 1ഉം തന്നെയുള്ളൂ. അതുകൊണ്ട് 0 എഴുതിയ 0 ആയി, 1 ആയാൽ 1 ആയി. ഇനി 2 എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ഉള്ള ഡിജിറ്റ് ഉപയോഗിച്ച്, ഈ 2 ഡിജിറ്റ് ഉപയോഗിച്ച് നമുക്ക് 2 ജനറേറ്റ് ചെയ്യണം. ഈ 2 ഡിജിറ്റ് ഉപയോഗിച്ച് നമുക്ക് 2 ജനറേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? 1 മാക്സിമം എത്തിക്കഴിഞ്ഞാൽ എന്താവും? ഇവിടെ 0 ആക്കും, ഇവിടെ ഒന്ന് കൂട്ടി കൊടുക്കും. ഇത് 1 എന്ന് പറഞ്ഞാൽ ബൈനറിയിലെ ഏറ്റവും വലിയ ഡിജിറ്റാണ്, ഏറ്റവും വലിയ ബിറ്റ്. അപ്പോൾ അത് എത്തിക്കഴിഞ്ഞാൽ, വലിയ ബിറ്റ് എത്തിക്കഴിഞ്ഞാൽ ആ പൊസിഷനിൽ 0 ആക്കും, പിന്നെ എന്താക്കും? ഇപ്പുറത്തൊന്ന് കൂട്ടി കൊടുക്കും. അത് 2 ആയി അല്ലേ. ഇനി 3 എങ്ങനെ കൊടുക്കാം? ഇത് 1 ആക്കി, ഇത് 1 ആക്കി, ഇത് 3, ഇത് 2 ആണ്, ഇത് 3 ആണ്. ഇനി 4 എങ്ങനെ എഴുതും? ബൈനറിയിലെ ഏറ്റവും വലിയ ഡിജിറ്റ് ഏതാ? 1. അത് എത്തിക്കഴിഞ്ഞാൽ ഉടനെ എന്താക്കണം? 0 ആക്കുക, ഇവിടെയും 0 ആക്കുക, ഇവിടെ ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ ദിസ് ഈസ് 4, ഇത് 4 അല്ലേ. ഇനി 5 എങ്ങനെ കിട്ടും? 1 0 1, ഇവിടെ ഒന്ന് കൂട്ടി കൊടുക്കാം അല്ലേ. ഇനി ഇതിൻ്റെ മാക്സിമമായി, ഇത് ഇപ്പോൾ ദിസ് ഈസ് 5. ഇനി 6 എങ്ങനെ കിട്ടും? ഇത് ഏറ്റവും വലിയ ഡിജിറ്റായി. ബൈനറിയിൽ ആകെ 2 ഡിജിറ്റേ ഉള്ളൂ, ഇത് 0യും 1ഉം. 1 വന്നു കഴിഞ്ഞാൽ ഉടനെ അവിടെ എന്താക്കണം? 0 ആക്കണം, ഇപ്പുറത്തൊന്ന് കൂട്ടി കൊടുക്കുക, ലെഫ്റ്റിലൊന്ന് കൂട്ടി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഐഡിയ. അപ്പോൾ ഇതിപ്പോൾ കണ്ടോ, 5ൽ ഇതിവിടെ ഏറ്റവും വലിയ ബിറ്റ് പിന്നെ സിമ്പിളായി ബൈനറിയിലെ. അപ്പോൾ ആ 6 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊന്ന് 0 ആക്കുക, ഇപ്പുറത്തൊന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ സോ ദിസ് ഇസ് 6. 7 എന്ന് കിട്ടും, ഇവിടെ നമുക്ക് കൂട്ടാം, ഒരു കുഴപ്പമില്ല അല്ലേ. 1 1 1, ദിസ് ഇസ് 7 അല്ലേ. ഇപ്പോൾ ഇവിടെ എത്തി 7 ആയി. 1 1 1 എന്ന് പറഞ്ഞാൽ 7 ആയി. ഇനി 8 എങ്ങനെയാണ് കിട്ടുക? ഇത് ഏറ്റവും വലിയ ബിറ്റ് അല്ലേ. 1 വന്നു കഴിഞ്ഞാൽ ഉടനെ എന്താക്കും? അവിടെ 0 ആക്കും. 1 വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത പ്രാവശ്യം ഇവിടെ 0 ആക്കും, ഇവിടെയും 1 വന്നു കഴിഞ്ഞാൽ ഇവിടെ 0 ആക്കും, പിന്നെ ഇവിടെ ഒന്ന് കൂട്ടി കൊടുക്കും. അപ്പോൾ ദിസ് ഇസ് 8. മനസ്സിലായിട്ടുണ്ടോ? ഒന്നുമില്ല, നമ്മൾ ഡെസിമലിൽ ചെയ്ത അതേ പണി തന്നെ. ഡെസിമലിലെ ഏറ്റവും വലിയ ഡിജിറ്റ് ഏതാ? 9. 9 വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും?
ഏറ്റവും വലിയ ഡിജിറ്റ് 9 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് 0 ആക്കും, ഇവിടെ ഒന്ന് ഇടും അല്ലേ. 29 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 9 വന്നാൽ ഈ ഭാഗം 0 ആക്കും, ഇവിടെ ഒന്ന് കൂട്ടി കൊടുക്കും 30 അല്ലേ. 99 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ശ്രദ്ധിക്കുക, 99 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് 0 ആക്കും, ഇത് 0 ആക്കും, ഇവിടെ ഒന്ന് കൂട്ടി കൊടുക്കും 100. അങ്ങനെയാണ് 100 കിട്ടുന്നത്. അതേപോലെ തന്നെ ബൈനറിയിലും ഇത് തന്നെ. ആകെ 2 സിമ്പിളേ ഉള്ളൂ, 0യും 1ഉം അല്ലേ. അപ്പോൾ നമുക്ക് 0നെ എങ്ങനെ എഴുതാം? 0നെ നമുക്ക് എന്ത് ചെയ്യാം? 0 എന്ന് എഴുതാം. 1നെ 1 എന്ന് എഴുതാം. 2 എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? 2ന് ഒരു സിമ്പിൾ ഇല്ല ബൈനറിയിൽ, കാരണം ആകെ 2 സിമ്പിളേ ഉള്ളൂ. ഏതൊക്കെയാണ്? 0യും 1ഉം. ഇനി ഈ 0യും 1ഉം ഉപയോഗിച്ചിട്ട് വേണം 2 ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനുള്ള ഐഡിയ എന്താണ്? ഈ 1 വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? 0 ആക്കും, തൊട്ടിപ്പുറത്തൊന്ന് കൂട്ടി കൊടുക്കും. അപ്പോൾ ഇത് 2 ആയി. ഇനി നമുക്ക് 3 ആക്കാം. ഈ 0 ഉള്ളിടത്ത് 1 കൊടുത്താൽ 3 ആയി. ദിസ് ഇസ് 3. ഇനി 4 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് 1 വന്നു കഴിഞ്ഞാൽ അവിടെ 0 ആക്കും, 1 വന്നു കഴിഞ്ഞാൽ അവിടെ 0 ആക്കും, തൊട്ടടുത്തത് 1 കൂട്ടി കൊടുക്കും. അപ്പോൾ 4 ആയി. ഇനി 5 എങ്ങനെ എഴുതാം? 5 എഴുതാൻ പണിയില്ല, കാരണം 0 കഴിഞ്ഞാൽ അടുത്ത ഡിജിറ്റ് എഴുതാം. അപ്പോൾ ദിസ് ഇസ് 5 അല്ലേ. ഇനി 6 എഴുതണമെങ്കിലോ? 6 എഴുതണമെങ്കിൽ ഈ 1നെ എന്താക്കണം? 0 ആക്കണം. പിന്നെ ഇവിടെ ഒന്ന് കൂട്ടി കൊടുക്കും, അപ്പോൾ അത് 1 ആവും. പിന്നെ ഇതുപോലെ തന്നെ. സോ ദിസ് ഇസ് 6. ഈ 7ഓ? 7 പണിയില്ല, കാരണം 0 കഴിഞ്ഞാൽ അടുത്ത ഡിജിറ്റ് കൊടുക്കാം. 1 1 1. ദിസ് ഇസ് 7. 7 വന്നു കഴിഞ്ഞാൽ ദിസ് ഇസ് 7. 1 1 1. ദിസ് ഇസ് 7 അല്ലേ. ഇനി 8 എങ്ങനെ കിട്ടുക? 8 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് 0 ആക്കണം, ഇത് 0 ആക്കണം, ഇത് 0 ആക്കണം, ഇവിടെ 1 ആക്കണം. എന്നാൽ 1 വന്ന ഉടനെ എന്താ ചെയ്യും? അത് 0 ആക്കും അല്ലേ. 1 വന്നാൽ ഉടനെ 0 ആക്കും. 1 വന്നാൽ ഇവിടെ 0 ആക്കും. ഇത് 8 ആയി. ഇനി 9 എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 9 റെപ്രസെൻറ്റ് ചെയ്യാൻ പണിയില്ല, 0 ഉള്ളിടത്ത് 1 കൊടുക്കുക, ബാക്കിയൊക്കെ അതേപോലെ എഴുതാം. ഇനി 10ഓ? 10 ഡെസിമലിലെ 10 ബൈനറിയിൽ എങ്ങനെ എഴുതാം? ഇത് 1 വന്നു കഴിഞ്ഞാൽ ഉടനെ എന്താവും? 0 ആക്കും. 0 ആക്കി ഇവിടെ എന്ത് ചെയ്യണം? ഒന്ന് കൂട്ടി കൊടുക്കണം, ബാക്കിയുള്ള അതുപോലെ എഴുതാം. ദിസ് ഇസ് 10. ഇനി 11 11 കുഴപ്പമില്ല, കാരണം എന്താ? ഇത് 0 ആണ്, അപ്പോൾ ഒന്ന് ആക്കിയാൽ മതി. അപ്പോൾ 11. ദിസ് ഇസ് 11. ഇനി 12 വരുമ്പോൾ വീണ്ടും മാറും. 12 വരുമ്പോൾ എന്തായി? ഇത് 1 ആയി, അപ്പോൾ എന്താവും? ഇത് 0 ആക്കണം. ഇത് 1 ആയി, അപ്പോൾ എന്താക്കണം? 0 ആക്കണം. എന്നിട്ട് ഇവിടെ ഒന്ന് കൂട്ടി കൊടുക്കണം, ബാക്കി അതേപോലെ തന്നെ. ദിസ് ഇസ് 12. ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ ബൈനറിയിൽ നമ്പർ എഴുതുക. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട 0 മുതൽ പിന്നെ 15 വരെയുള്ള എല്ലാ ബൈനറി നമ്പറുകളും ബൈ ഹാർട്ട് ആക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ചില പ്രോബ്ലംസ് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ, ചില ചോദ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉത്തരം എഴുതാൻ നമുക്ക് 0 മുതൽ 15 വരെയുള്ള എല്ലാ ബൈനറി നമ്പറുകളും ബൈ ഹാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. 0 മുതൽ 15 വരെ. ഡെസിമലിൽ 0 എന്ന് പറഞ്ഞാൽ ബൈനറിയിൽ 0. അത് വേണമെങ്കിൽ 4 ഡിജിറ്റിൽ എഴുതാം, കാരണം അത് പിന്നെ ഓർത്തിരിക്കാൻ 15 വരെ എഴുതുമ്പോൾ 4 ബിറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. 0ക്ക് മൊത്തം 0 കൊടുക്കാം, കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് പിന്നെ ചെയ്യാം. തൽക്കാലം 0ക്ക് 0, 1ന് എന്താണ്? 1 തന്നെ. 2 ഇവിടെ 0 ആയി, ദിസ് ഇസ് 2. 3 എന്ന് പറയുന്നത് 1 1. 4 എന്ന് പറയുന്നത് 0 0 1. 5 എന്ന് പറയുന്നത് 1 0 1, കാരണം ഇവിടെ ഒന്ന് 1 ആക്കിയാൽ മതി. 6 എന്ന് പറയുമ്പോൾ ഈ 1 വന്നപ്പോൾ 0 ആയി, ഇവിടെ ഒന്ന് കൂട്ടി കൊടുത്തു. ദിസ് ഇസ് 6. ഇനി 7 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? 7 എന്ന് പറയുമ്പോൾ ഈ 0 നിൽക്കുന്നിടത്ത് എന്ത് ചെയ്യുക? 1 ആക്കിയാൽ മതി, അപ്പോൾ കുഴപ്പമില്ല, സിമ്പിളായിട്ട്. ദിസ് ഇസ് 7. നൗ 8 എന്ന് പറയുമ്പോൾ ഇത് 1 ഉള്ളിടത്ത് 0 ആക്കും, 1 വന്ന ഉടനെ 0 ആക്കും, 1 വന്ന ഉടനെ 0 ആക്കും, പിന്നെ ഇവിടെ ഒന്ന് കൂട്ടി കൊടുക്കും. 8 9 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 1 കൊടുത്താൽ മതി, ബാക്കിയൊക്കെ അതുപോലെ എഴുതിയാൽ മതി. ദിസ് ഇസ് 9. നൗ 10 എന്ന് പറയുമ്പോൾ ഇത് 0 ആണെങ്കിൽ 1 ആയാൽ ഇവിടെ 0 ആവും, അങ്ങനെ നമ്മൾ ഇവിടെ ഒന്ന് ആഡ് ചെയ്യും, അപ്പോൾ ഇവിടെ 1 വരും. ദെൻ ബാക്കി അതേപോലെ എഴുതുക. 10 11 എങ്ങനെ എഴുതും? ഇവിടെ ഈ 0ക്ക് പകരം ഇവിടെ 1 ആക്കും അല്ലേ, ബാക്കിയൊക്കെ അതുപോലെ എഴുതിയാൽ മതി, ഒരു മാറ്റവും ഇല്ല. 12 എങ്ങനെ എഴുതും? 12 ഇത് 1 വന്ന് ഉടനെ 0 ആക്കണം, ഇത് 1 വന്ന് ഇത് 0 ആക്കണം, അങ്ങനെ ഇവിടെ ഒന്ന് കൂട്ടി കൊടുക്കണം, ബാക്കി അതുപോലെ. സോ ദാറ്റ് ഈസ് 12. നൗ 13 എങ്ങനെ എഴുതും? ഇവിടെ വന്നിരിക്കുന്നത് 0 ആണ്, ആ 0 ഉള്ളിടത്ത് 1 കൊടുത്താൽ മതി, വേറെ ചേഞ്ച് ഒന്നുമില്ല, ബാക്കി അതേപോലെ തന്നെ എഴുതി വെക്കുക. സോ ദിസ് ഇസ് 13. 14 എങ്ങനെ കിട്ടും?
ഇത് 1 വന്നു, അപ്പോൾ ഉടനെ 0 ആവും. അങ്ങനെയാകുമ്പോൾ ഇതൊന്ന് കൂട്ടി കൊടുക്കും, അപ്പോൾ ഇവിടെ 1 കൊടുക്കും. സോ 1 1 0. ദെൻ 15 വരുമ്പോൾ ഈ 0 ഉള്ളിടത്ത് എന്താക്കും, 1 ആക്കും. ബാക്കി അതേപോലെ എഴുതും. സോ ദിസ് ഇസ് വാട്ട് 0 മുതൽ 15 വരെയുള്ള ബൈനറി നമ്പേഴ്സ്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ 4 ബിറ്റിലായതുകൊണ്ട്, ഇതെല്ലാം 4 ബിറ്റിലായതുകൊണ്ട് അല്ലേ, ഇതൊക്കെ 4 ബിറ്റ് ഉണ്ട് അല്ലേ, അതുകൊണ്ട് എല്ലാം വേണമെങ്കിൽ നമുക്ക് 4 ബിറ്റാക്കാം. 0നെ വേണമെങ്കിൽ 4 ബിറ്റാക്കാം, ഇങ്ങനെ എഴുതിയാൽ മതി അല്ലേ. 0 0 0 0 0 0 1 അല്ലേ, 0 0 1 0 0 0 0 1 1 0 1 0 0 0 1 0 1. ഈ 0 ലെഫ്റ്റിൽ കൊടുത്താലും വാല്യൂവിനൊരു മാറ്റം വരില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 0 കൊടുക്കുന്നത്. എല്ലാം 4 ബിറ്റിലേക്ക് ആക്കി എന്നേ ഉള്ളൂ. ഇവിടെ ഈ ലെഫ്റ്റിൽ നമുക്ക് എത്ര 0, ഒരു നമ്പറിൻ്റെ ലെഫ്റ്റിൽ എത്ര 0 കൊടുത്താലും ആ നമ്പറിന് മാറ്റം വരില്ല. പക്ഷേ വലത് ഭാഗത്താണ് നമ്മൾ ഈ നമ്പർ കൊടുക്കുന്നതെങ്കിൽ, 0 കൊടുക്കുന്നതെങ്കിൽ ഭയങ്കര മാറ്റം വരും. ഇടത് ഭാഗത്താണ് നമ്മൾ 0 ആഡ് ചെയ്യുന്നതെങ്കിൽ ഒരു മാറ്റം വരില്ല. ഞാൻ എല്ലാത്തിനെയും 4 ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തത് കൊണ്ടാണ് ഈ 0 ഞാൻ അഡീഷണൽ ആഡ് ചെയ്തത്. അപ്പോൾ ഇതൊന്ന് ബൈ ഹാർട്ട് ആക്കുക കേട്ടോ. സോ 0നെ നമുക്ക് 4 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. 0 0 0 0 1 0 0 0 1 0 0 1 0 0 0 1 1 0 1 0 0 0 1 0 0 4 0 1 0 1 0 1 1 0 0 1 1 1 1 0 0 0 1 0 0 1 1 0 1 0 1 0 1 1 1 1 0 0 1 1 1 0 1 1 1 1 0 1 1 1 1. ഇതാണ് 15 വരെയുള്ള നമ്പർ. അപ്പോൾ ഇത് എഴുതിയത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ തന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ആ രീതി നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുകയോ കാണാതെ പഠിക്കുക അല്ലെങ്കിൽ അത് പഠിക്കുകയോ ഒന്നും വേണ്ട. എങ്ങനെയാണ് ഈ 0 മുതൽ 15 വരെ ഇവിടെ എഴുതിയത് എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാന കാര്യമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇതെങ്ങനെയാണ് ഇങ്ങനെ എഴുതുക എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, കാരണം പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കുകയില്ല. അപ്പോൾ പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അതായത് 0 മുതൽ 15 വരെയുള്ള എല്ലാ സംഖ്യയും. സോ ദിസ് ഇസ് 0 0 0 0 0 0 0 0 0 1 0 0 1 0 0 0 1 1 0 1 0 0 0 1 0 1 0 1 1 0 0 1 1 1 1 0 0 0 1 0 0 1 then 1 0 1 0 1 0 1 1 then ബാക്കി ഇവിടെ എഴുതാം. 1 1 0 0 1 1 0 1 1 1 1 0 1 1 1 1. ഇതാണ് 0 മുതൽ 15 വരെയുള്ള ബൈനറി നമ്പറുകൾ. 0 മുതൽ 15 വരെയുള്ള ബൈനറി നമ്പറുകൾ. 0 മുതൽ 15 വരെയുള്ള ബൈനറി നമ്പേഴ്സാണ് നമ്മളിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ. ഇത് 0, ദിസ് ഇസ് 1, ദിസ് ഇസ് 2, ദിസ് ഇസ് 3, ദിസ് ഇസ് 4, this is 5, this is 6 7 8 9 10 11 okay 12 13 14 15. ഇത്രയും നിങ്ങൾ ബൈഹാർട്ട് ആക്കുന്നത് നന്നായിരിക്കും. ഇത് ബൈഹാർട്ട് ചെയ്താലുള്ളൊരു അഡ്വാൻറ്റേജ്, നിർബന്ധമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അഡ്വാൻറ്റേജ് എക്സാമിനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഈ നമ്പർ കൺവേർഷനിലേക്കൊക്കെ പോകുമ്പം ബൈനറി ടു ഒക്ടൽ, ഒക്ടൽ ടു ഹെക്സ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൺവേർഷൻസ് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മളിത് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്പർ കൺവേർഷൻസ് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉത്തരം എഴുതാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, നിർബന്ധമല്ലെങ്കിലും നിർബന്ധമായിട്ടും പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെ കാര്യങ്ങൾ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ഓക്കെ, സോ ഇതാണ് ഈ കാണുന്നതാണ് ബൈനറി നമ്പർ സിസ്റ്റം. ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിനകത്ത് ആകെ 2 ബിറ്റ്സാണ് യൂസ് ചെയ്യുന്നത് അല്ലേ.
ഒന്ന് 0 അല്ലെങ്കിൽ 1. ഇതിലേത് നമ്പർ എടുക്കുകയാണെങ്കിലും എല്ലാ നമ്പറും 2 ബിറ്റിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? 0യും 1ഉം മാത്രം ഉപയോഗിച്ചിട്ടാണ് എല്ലാ നമ്പറും എഴുതിയിരിക്കുന്നത് അല്ലേ. ആകെ 2 സിമ്പിൾസേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് 2 എന്ന് പറയുന്നത്. കാരണം ഇതിനകത്ത് ആകെ 2 സിമ്പിൾസേ ഉള്ളൂ. ഒന്ന് 0, ദ അതർ വൺ ഈസ് 1. ഓക്കെ, സോ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ബൈനറി നമ്പർ സിസ്റ്റം പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ബൈനറി നമ്പർ സിസ്റ്റം ഈസ് എ പൊസിഷണൽ നമ്പർ സിസ്റ്റം. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനും എന്തുണ്ട്? വെയിറ്റ് എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ, ഉദാഹരണമായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഒരു നമ്പർ എടുക്കാം. ടെക്സ്റ്റ് ബുക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട്. ബൈനറി ഇപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഡിജിറ്റ് എന്ന് പറയുക, ഒരു അക്കത്തെ ഡിജിറ്റ് എന്ന് വിളിക്കും അല്ലേ. ഡിജിറ്റ് എന്ന് വിളിക്കും. ഇപ്പോൾ 0 എന്നുള്ളൊരു ഡിജിറ്റാണ്, 1 ഒരു ഡിജിറ്റാണ്, 2 ഒരു ഡിജിറ്റാണ്, 3 ഒരു ഡിജിറ്റാണ്, 4 ഒരു ഡിജിറ്റാണ്. അതുപോലെ 9 വരെയുള്ള വ്യത്യസ്ത ഡിജിറ്റ്സ് ഉണ്ട്. ബൈനറിയിൽ നമുക്കുള്ള ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ 0യും 1ഉം മാത്രമാണ്. ഈ ഡിജിറ്റ്സിനെ നമ്മൾ ഡിജിറ്റ് എന്നല്ല വിളിക്കുക, മറിച്ച് എന്താണ് വിളിക്കുക? ബിറ്റ് എന്നാണ് വിളിക്കുക. ഡെസിമലിൽ നമ്മൾ ഓരോ അക്കങ്ങളെയും ഡിജിറ്റ് എന്ന് പറയും. 0, 1, 2, 3 അങ്ങനെ 10 ഡിഫറെൻ്റ് അക്കങ്ങളുണ്ട്, സിമ്പിൾസ് ഉണ്ട്. അതിനെ നമ്മൾ ഡിജിറ്റ് എന്ന് പറയും. പക്ഷേ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ അത് സിമ്പിൾസിനെ നമ്മൾ വിളിക്കുന്നത് ബിറ്റ് എന്നാണ്. BIT. എന്താ വിളിക്കുന്നത്? വി കോൾ ഇറ്റ് ബിറ്റ്. ബൈനറി നമ്പർ സിസ്റ്റത്തിലെ അക്കങ്ങളെ, സിമ്പിൾസിനെ നമ്മൾ ബിറ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിനെ 1 ഈസ് എ ബിറ്റ്, 1 ഈസ് എ ബിറ്റ്, 0 ഈസ് എ ബിറ്റ്, 1 ഈസ് എ ബിറ്റ്. സോ ഓരോന്നിനെയും നമ്മൾ ഡിജിറ്റ് എന്ന് വിളിക്കുന്നതിന് പകരം ബിറ്റ് എന്ന് വിളിക്കും. അതിനെ വിളിക്കാനുള്ള കാരണം ഇതാണ്. ബൈനറി ഡിജിറ്റ് എന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആക്കിയിട്ടാണ്. ബൈനറി ഡിജിറ്റ് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആക്കിയിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ബൈനറിയിലെ ഏത് ഡിജിറ്റിനെയും നമ്മൾ എന്താണ് വിളിക്കുക? ബിറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇതിനകത്ത് ബിറ്റ് 1, ബിറ്റ് 1, ബിറ്റ് 0, ബിറ്റ് 1, പോയിൻ്റ് അല്ലേ, ബിറ്റ് 1, ബിറ്റ് 1 അങ്ങനെയാണ് വിളിക്കുക. ഡെസിമലിലാണെങ്കിൽ 5825 എന്ന് എഴുതിയാൽ 5 ഒരു ഡിജിറ്റാണ്, 2 ഒരു ഡിജിറ്റാണ്, 8 ഒരു ഡിജിറ്റാണ്, 5 ഒരു ഡിജിറ്റാണ്. ഡിജിറ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. അതിന് പകരം ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ എന്താണ് വിളിക്കുക? ബിറ്റ്. ബിറ്റ് സ്റ്റാൻഡ്സ് ഫോർ ബൈനറി ഡിജിറ്റ്. ഓക്കെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെയിറ്റ് അല്ലേ. ബൈനറി നമ്പർ സിസ്റ്റത്തിലെ വെയിറ്റ്. നമ്മളെ ബുക്കിനകത്തുള്ളൊരു എക്സാമ്പിൾ എടുക്കുക. ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. 1101 1101 1101 ഇത് ഒരു ബൈനറി നമ്പറാണ്. ഇത് ബൈനറി ആണോ ഡെസിമൽ ആണോ എന്ന് നമ്മളിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ആദ്യം ആ ഒരു കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, എന്നിട്ട് മറ്റു കാര്യത്തിലേക്ക് വരാം. ഇങ്ങനെ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ 10 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 10 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ്? നമ്മൾ ബൈനറി ആണോ അതല്ല ഇത് ഡെസിമൽ നമ്പർ ആണോ എന്ന് എങ്ങനെ അറിയാം? വെദർ ദിസ് ഇസ് എ ഡെസിമൽ നമ്പർ ഓർ ബൈനറി നമ്പർ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക? നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം 10 എന്ന് ഡെസിമലിലും എഴുതാം, ബൈനറിയിലും എഴുതാം. അതുകൊണ്ട് ഈ നമ്പർ സിസ്റ്റം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ബൈനറി നമ്പറൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. ഇപ്പോൾ 1101 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് ബൈനറി ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്രേക്കറ്റ് ഇട്ടിട്ട് ഇവിടെ അതിൻ്റെ ബേസ് എഴുതും. ഈ ബേസ് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദിസ് ഇസ് ബൈനറി നമ്പർ. 1101 ബേസ് 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് എ ഡെസിമൽ നമ്പർ. അപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഇങ്ങനെ ബ്രേക്കറ്റ് ഇട്ടിട്ട് അവസാനം എഴുതുന്നതിന് അതിൻ്റെ ബേസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യണത്. സോ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദിസ് ഇസ് എ ഡെസിമൽ നമ്പർ, ദിസ് ഇസ് എ ബൈനറി നമ്പർ. ഇപ്പോൾ ബൈനറി നമ്പർ നമ്മൾ പൊതുവെ എഴുതുമ്പോൾ ഇപ്പോൾ 111101 എന്നൊക്കെ എഴുതി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം ദിസ് ഇസ് എ ബൈനറി നമ്പർ. അതല്ല ഇങ്ങനെ ഇതിന് ഇവിടെ ബൈനറിക്ക് പകരം ഇഫ് യു റൈറ്റ് സംതിങ് ലൈക്ക് 10 അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക ദിസ് ഈസ് എ ഡെസിമൽ നമ്പർ. അപ്പോൾ ഈ ബേസ് നോക്കിയിട്ടാണ്, റാഡിക്സ് നോക്കിയിട്ടാണ് വെദർ ഇത് ബൈനറി ആണോ
ഡെസിമലാണോ അതല്ല വേറെ ഏതെങ്കിലും നമ്പറാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബൈനറി ആണെന്ന് തിരിച്ചറിയാൻ ബ്രാക്കറ്റിനകത്ത് നമ്പർ എഴുതിയിട്ട് അതിൻ്റെ ബേസ് 2 എന്ന് എഴുതിയാൽ വി ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ് ദിസ് ഇസ് എ ബൈനറി നമ്പർ. ദിസ് ഇസ് എ ബൈനറി നമ്പർ. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുക. 1101 ഈ നമ്പർ കൺട്രോൾ ഈസ് സി. ഇവിടെ കണ്ടോ, ഇവിടെ ഈ ബേസ് 2 കൊടുത്തത് കണ്ടോ, കാരണം ഇത് ബൈനറി ആണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇനി ഈ ബൈനറി നമ്പർ സിസ്റ്റം നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. ബൈനറി ഈസ് എ പൊസിഷണൽ നമ്പർ സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെയ്റ്റും അതിൻ്റെ ഡിജിറ്റും നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യണമെന്ന് നോക്കാം. അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എങ്ങനെ എഴുതുമെന്ന് നോക്കാം. ഉദാഹരണമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 1101 ബേസ് 2 ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ. നമുക്കറിയാലോ ബേസ് എന്താണ്, ബേസ് 2 ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ വെയ്റ്റ് എപ്പോഴും എഴുതുക, വെയ്റ്റ് എഴുതുക ബേസിനെ അടിസ്ഥാനമാക്കിയാണ്. 2⁻0, 2⁻1, 2⁻2 അങ്ങനെ എഴുതി വരും അതിൻ്റെ വെയ്റ്റ്. നമുക്കറിയാലോ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ വെയ്റ്റ് എങ്ങനെ എഴുതിയിരുന്നത്, 10⁻0, 10⁻1, 10⁻2 എറ്റ്സെട്ര ഇങ്ങനെയാണ് വെയ്റ്റ് കൊടുത്തിരുന്നത്. അവിടെ 10 എന്ന് കൊടുക്കാൻ കാരണം ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് അഥവാ റാഡിക്സ് 10 ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് 10⁻0, 10⁻1, 10⁻2 എന്നിങ്ങനെ കൊടുക്കുന്നത്. പക്ഷേ ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എത്രയാണ്, ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് 2 ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ വെയ്റ്റ് എങ്ങനെ കൊടുക്കുക, 2⁻0, 2⁻1, 2⁻2 എന്നിങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ വെയ്റ്റ് അസൈൻ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും തിരിച്ചിരുന്നു. 1101 അല്ലേ, 1101 ബേസ് 2 ഇതിൻ്റെ വെയ്റ്റ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക, അപ്പോൾ അത് നോക്കാം. രണ്ട് കാര്യമുണ്ട്. എന്തൊക്കെ എഴുതേണ്ടത്, ഇതിൻ്റെ വെയ്റ്റ് എന്താണ് അല്ലേ, വെയ്റ്റ് എന്താണ്, ഇതിലെ ബിറ്റുകൾ ഏതൊക്കെയാണ് നമുക്കറിയാം. ഇതിനകത്ത് ഏതൊക്കെ ബിറ്റുണ്ട്, 1 ഏതൊക്കെയാണ്, 1101. സോ ആദ്യം നമ്മൾ ബിറ്റ് എഴുതുന്നു 1 1 അല്ലേ, 0 1 ഇത്രയും ബിറ്റുകളാണുള്ളത് 1101. നമുക്കറിയാം ഇതിൻ്റെ വെയ്റ്റ് എന്തായിരിക്കും, ഇതിൻ്റെ വെയ്റ്റ് സോ ദ വെയ്റ്റ് ഓഫ് ദിസ് വൺ, ആദ്യത്തെ 1ൻ്റെ വെയ്റ്റ് 2⁻0, ഇതിൻ്റെ വെയ്റ്റ് 2⁻1, ഇതിൻ്റെ വെയ്റ്റ് 2⁻2, ഇതിൻ്റെ വെയ്റ്റ് ഈ 1ൻ്റെ വെയ്റ്റ് 2⁻3 എന്നായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വെയ്റ്റ് എഴുതാം അല്ലേ. ഫസ്റ്റ് ലെഫ്റ്റ് മോസ്റ്റ് ദിസ് ഈസ് ഇതിൻ്റെ വെയ്റ്റ് 2⁻0, ഇതിൻ്റെ വെയ്റ്റ് 2⁻0, ഇതിൻ്റെ വെയ്റ്റ് 2⁻1, ഇതിൻ്റെ വെയ്റ്റ് 2⁻2, ഈ ഡിജിറ്റിൻ്റെ വെയ്റ്റ് 2⁻3. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. എന്തുകൊണ്ടാണ് 2 എടുത്തത്, ഇതിൻ്റെ റാഡിക്സ് 2 ആണ്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ റാഡിക്സ് 10 ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ വെയ്റ്റ് എപ്പോൾ എഴുതുക, 10⁻0, 10⁻1, 10⁻2 തുടങ്ങിയതാണ്. ഇവിടെ ബൈനറി നമ്പർ സിസ്റ്റത്തിലാകെ 2 ബിറ്റുകളാണുള്ളത്, 2 സിമ്പിൾസ് ഉള്ളത്. അതുകൊണ്ട് അതിൻ്റെ റാഡിക്സ് ബേസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ നമ്മൾ വെയ്റ്റ് എഴുതുമ്പോൾ എന്താണ്, വെയ്റ്റ് എഴുതുമ്പോൾ എപ്പോഴും എങ്ങനെ എഴുതും, 2 to the power എന്ന് എഴുതും. 2⁻0 അല്ലെങ്കിൽ 2⁻1 അല്ലെങ്കിൽ 2⁻2 അല്ലെങ്കിൽ 2⁻1, 2⁻2 ഇങ്ങനെയാണ് നമ്മൾ വെയ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ ഈ എക്സാമ്പിളിൽ അല്ലേ അതിൻ്റെ വെയ്റ്റ് കണ്ടോ, 1101. സോ ഇതിൻ്റെ വെയ്റ്റ് 2⁻0, നെക്സ്റ്റ് ബിറ്റിൻ്റെ 2⁻1, 2⁻2, 2⁻3 അല്ലേ, ശരിയല്ലേ. ഇനി ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എങ്ങനെ എഴുതുക, നമുക്കറിയാം. എക്സ്പാൻഡഡ് ഫോം എങ്ങനെ എഴുതുക, നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എഴുതും 1 × 2⁻0 പ്ലസ് 0 × 2⁻1 പ്ലസ് 1 × 2⁻2 പ്ലസ് 1 × 2⁻3. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും, സോ വി ക്യാൻ റൈറ്റ് ആദ്യം ഇത് ഇങ്ങനെ 1 by 1 ഇതെടുക്കും. സോ വിൽ ഗെറ്റ് 1 × 2⁻0 പ്ലസ് അല്ലേ 0 this into 0 into 2⁻1. So we can say 0 into 2⁻1 plus പിന്നെ ഇതെടുക്കും ഏത്, this one 1 into അല്ലേ, will write what's that, okay 1 into
2 to the power 2 പ്ലസ് അല്ലേ പിന്നെന്തുണ്ട് ലാസ്റ്റ് വി ഹാവ് 1 into 2 to the power 3 എന്നുണ്ട്. സോ ഐ വിൽ റൈറ്റ് ഹിയർ 1 into 2 to the power 3 അല്ലേ. ഇനി നമ്മൾ ഓരോന്ന് ദാറ്റ് ഇസ് ഈക്വൽ ടു ഓക്കെ 1 into 2 to the power 0 എന്താണ് 1 into 1 ഏത് സംഖ്യയുടെയും പവർ 0 ആയ അതിൻ്റെ വാല്യൂ എത്രയാവും 1 ആയിരിക്കും. സോ 1 into 1 അല്ലേ. സോ വിൽ ഗെറ്റ് ഹിയർ 1 into 1 എന്ന് കിട്ടും പ്ലസ് ശേഷം പ്ലസ് പിന്നെ 0 into 2 to the power 1 അപ്പോൾ എന്ത് കിട്ടും 0 into 2 എന്ന് കിട്ടും. 2 to the power 1 എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. പിന്നെ പ്ലസ് 1 into 2 to the power 2 1 into 2 to the power 2 എത്രയാണ് 1 into 4 2നെ 2 പ്രാവശ്യം എഴുതി ഗുണിക്കുക അപ്പോൾ 4 എന്ന് കിട്ടും. പ്ലസ് പിന്നെ എന്തുണ്ട് പ്ലസ് എന്ത് കിട്ടും പ്ലസ് 1 into എന്താണ് ഇതായത് ദിസ് 1 into 2 to the power 3 സോ വിൽ ഗെറ്റ് 1 into 2 to the power 3 എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം 2 ഗുണിക്കുക 2 8 എന്ന് കിട്ടും അല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും നോക്കാം. ഇവിടെ ആൻസർ ശ്രദ്ധിക്കുക ആൻസർ എന്ത് കിട്ടും 1 into 1 എന്ന് പറയുന്നത് 1 പ്ലസ് ഇതെന്താ 0 അല്ലേ 0 പ്ലസ് 1 into 4 എന്താണ് 4 പ്ലസ് 1 into 8 എന്താണ് 8 അപ്പോൾ എത്ര കിട്ടി 1 0 കൂട്ടിയാൽ 1 കിട്ടി. ആ 1 പ്ലസ് 4 5 കിട്ടി. 5 8 എത്രയാണ് 5 8 13. സോ നമുക്കെന്ത് കിട്ടി ആൻസർ ഇത് മൊത്തം ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി 13 എന്ന് കിട്ടി 13 ഓക്കെ 13 എന്ന് കിട്ടി. എന്താണ് 13 ബൈനറിയിലുള്ള എന്താ മനസ്സിലാക്കേണ്ടത് 1101 ബേസ് 2 എന്ന് പറയുന്നത് ഡെസിമലിലെ 13 ആണെന്ന് മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ. ഇത് എക്സ്പാൻഡഡ് ഫോം എഴുതി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അതിന് തുല്യമായിട്ടുള്ള ഡെസിമൽ നമ്പർ കിട്ടും. ഓക്കെ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത് ഈ ആൻസറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന ഈ നമ്പർ ഉണ്ടല്ലോ 1101 ബേസ് 2 ബൈനറിയിലെ 1101 എന്ന് പറയുന്നത് ഡെസിമലിലെ 13 തുല്യമാണ്. ഡെസിമലിലെ 13 തുല്യമാണ് ബൈനറിയിലെ 1101. മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മളിത് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നോക്കിയോ നമ്മുടെ നമ്പർ ഏതാണ് 1101 ബേസ് 2 ആണ് അല്ലേ ഇതാണ് നമ്മുടെ നമ്പർ. ഈ നമ്പറിന് നമ്മൾ അതിൻ്റെ വെയിറ്റ് നോക്കുക. ഇതിൻ്റെ വെയിറ്റ് 2 to the power 0 ഇതിൻ്റെ വെയിറ്റ് 2 to the power 1 ഇതിൻ്റെ വെയിറ്റ് 2 to the power 2 ഇതിൻ്റെ വെയിറ്റ് 2 to the power 4 2 to the power 4 കറക്റ്റ് അല്ലേ? 2 to the power 3 ഇവിടെ 2 to the power 3 ശരിയല്ലേ? ഇനി ഇതിൻ്റെ വെയിറ്റും ബിറ്റും നമ്മൾ എഴുതുകയാണെങ്കിൽ വെയിറ്റ് ആൻഡ് ഇതിൻ്റെ ബിറ്റ് ഏതൊക്കെ ബിറ്റുകളുള്ളത് ആദ്യം 1 അല്ലേ അല്ലെങ്കിൽ ഈ എൻഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഈ എൻഡിൽ നിന്ന് 1101 സോ വിൽ റൈറ്റ് 1101 ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ബിറ്റുകൾ അല്ലേ. ഇനി ഇതിൻ്റെ വെയിറ്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ കൺട്രോൾ ഇസ് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ബിറ്റ്സ് ഇതൊക്കെയാണ് ഏതൊക്കെയാണ് 1101 ഇതിൻ്റെ വെയിറ്റ് അതായത് ആദ്യത്തെ ഇതിൻ്റെ വെയിറ്റ് എത്രയാണ് 2 raised to 0 സോ അതിൻ്റെ വെയിറ്റ് 2 raised to 0 ഇതിൻ്റെ വെയിറ്റ് 2 raised to 1 ഇതിൻ്റെ വെയിറ്റ് 2 raised to 2 ഇതിൻ്റെ വെയിറ്റ് 2 raised to 3 ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എങ്ങനെ കിട്ടുക? എക്സ്പാൻഡഡ് ഫോം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തും 1 into 2 raised to 0 പ്ലസ് അല്ലേ എക്സ്പാൻഡഡ് ഫോം എങ്ങനെ എഴുതാം ഈക്വൽ ടു 1 into 2 raised to 0 പ്ലസ് ഇനി എന്ത് ചെയ്യും അടുത്തത് 0 into 2 raised to 1 0 into 2 raised to 1 പ്ലസ് അല്ലേ അടുത്തതോ 1 into 2 raised to 2 so I will write 1 into 2 raised to 2 1 into 2 raised to 2 plus പിന്നെ ലാസ്റ്റ് എന്താണ് 1 into 2 raised to 3 so I will get 1 into 2 raised to 3 ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം
അല്ലേ, എക്സ്പാൻഡഡ് ഫോം. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 1 × 2⁻0 എന്ന് പറഞ്ഞാൽ 1 × 1 എന്ന് കിട്ടും. കാരണം 2⁻0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഓക്കെ, പ്ലസ് 0 × 2⁻1 എന്ന് പറഞ്ഞാൽ 0 × 2 എന്ന് വരും. പ്ലസ് ദെൻ അടുത്തത് 1 × 2⁻2 എന്ന് പറഞ്ഞാൽ 1 × 4, 2⁻2 എന്ന് പറഞ്ഞാൽ 4, പ്ലസ് 1 × 2⁻8, 2⁻3 എന്ന് പറഞ്ഞാൽ 8 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എന്ത് കിട്ടും? ഇവിടെ 1 × 8 എന്ന് കിട്ടും. കാരണം 2⁻3 എന്ന് പറഞ്ഞാൽ 8 ആണ്, 2⁻3 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം. ഇതിനെ നമ്മൾ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 1 × 1 = 1 പ്ലസ് 0 × 2 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് 1 × 4 എന്ന് പറഞ്ഞാൽ 4 പ്ലസ് അല്ലേ 1 × 8 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ ഇത് മൊത്തം ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 0 1, അതും 4 കൂട്ടിയാൽ 5, 5 കിട്ടും 13. സോ ആൻസർ 13 എന്ന് കിട്ടും. എന്താണ് ഈ 13 എന്നറിയാം? ഈ 13 എന്ന് പറഞ്ഞാൽ ഡെസിമൽ 13 ആണ്. അതായത് നമ്മുടെ 1101/2 എന്ന് പറയുന്നത് ബൈനറിയിലെ 1101 എന്ന് പറയുന്നത് ഡെസിമലിലെ 13 ആണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ബൈനറിയിലെ 110 മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ് മനസ്സിലാക്കേണ്ടത്? ബൈനറിയിലെ 1101 എന്ന് പറയുന്നത് ഡെസിമലിൽ എന്താണ്? 13 ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഡഡ് റെപ്രസെൻറ്റേഷൻ. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിളും കൂടി എടുക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന മറ്റൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് പോകാം. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് നോക്കാം. ഇതിനകത്ത് മറ്റൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പോയിൻ്റ് ഉള്ളൊരു നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ പോയിൻ്റ് ഉള്ളൊരു നമ്പർ 111.011/2 ഇതാണ് അടുത്തതായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 111.011/2 ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം കാണണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആദ്യം ഇതിൻ്റെ വെയിറ്റ് എഴുതുക അല്ലേ. വെയിറ്റ് ആൻഡ് ബിറ്റ് എഴുതാം. വെയിറ്റും ബിറ്റും വെച്ചിട്ട് എഴുതാം. നമുക്കറിയാം ഇതിൻ്റെ വെയിറ്റ് എത്രയാണ് നമുക്കറിയാം? 2⁻0. ഇതിൻ്റെ വെയിറ്റ് 2⁻1. ഇതിൻ്റെ വെയിറ്റ് 2⁻2 അല്ലേ, 2⁻2. ഈ ഭാഗത്തേക്ക് വരുമ്പം പോയിൻറ്റിന് വലത് ഭാഗത്തേക്ക് വരുമ്പം ഇത് 0യുടെ വെയിറ്റ് 2⁻−1. ഈ 1ൻ്റെ വെയിറ്റ് 2⁻−2. ഈ നെക്സ്റ്റ് 1ൻ്റെ വെയിറ്റ് 2⁻−3 അല്ലേ. കാരണം നമ്മൾ ഡെസിമലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത് അല്ലേ. പോയിൻറ്റിന് ശേഷം 10⁻−1, 10⁻−2, 10⁻−3 ഇങ്ങനെ പോകും. ബൈനറിയിലാണെങ്കിൽ പോയിൻറ്റിന് ശേഷം 2⁻−1, 2⁻−2, 2⁻−3 ഇങ്ങനെ വരും അല്ലേ. അതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ എഴുതാം. നമ്മുടെ വെയിറ്റ് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ നമ്മളെ ബിറ്റുകൾ ഏതൊക്കെയാണ്? നമ്മുടെ ബിറ്റുകൾ 111 അല്ലേ, 0.011. അപ്പോൾ നമ്മുടെ ബിറ്റുകൾ 111.011 ഇതാണ് നമ്മുടെ ബിറ്റ്സ് അല്ലേ. ഇനി ഈ ബിറ്റ്സിന് ആയിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ വെയിറ്റ് എന്താണെന്ന് നോക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട വെയിറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇത് 2⁻0 വരും. ദിസ് ഇസ് 2⁻1. ദിസ് ഇസ് 2⁻2. ദിസ് ഇസ് 2⁻−1. ദിസ് ഇസ് 2⁻−2. ദിസ് ഇസ് 2⁻−3 ഇങ്ങനെ വരും. ഇതിൻ്റെ വെയിറ്റ് നമുക്ക് ഇങ്ങനെ വരും അല്ലേ. ഇനി ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? എക്സ്പാൻഡഡ് ഫോം എങ്ങനെ കിട്ടും നോക്കാം. ആദ്യം ഇതെടുക്കുക അല്ലേ. 1 × 2⁻2 പ്ലസ്, സോ യു ക്യാൻ റൈറ്റ് എക്സ്പാൻഡഡ് ഫോം എങ്ങനെ എഴുതും? 1 × 2⁻2 പ്ലസ് അല്ലേ. ഇനി അടുത്തത് 1 × 2⁻1 ദിസ് 1 × 2⁻1 പ്ലസ് അടുത്തത് 1 × 2⁻0. So you can write 1 × 2⁻0 plus next one 0 × 2⁻−1. So you can write 0 × 2⁻−1 plus 1 ×
1 into 2 raised to minus 2. So we can write 1 into 2 raised to minus 2 plus next one എന്താണ് 1 into 2 raised to minus 3 അല്ലേ. So we can write 1 into 2 raised to minus 3. ഇനി അത് നമുക്ക് വിശദമായിട്ട് എഴുതുകയാണെങ്കിൽ that is equal to ആദ്യം ഏതാണ് 1 into 2 raised to 2. So we can write 1 into 4 plus next ഏതാണ് next 1 into 2. 1 into 2 എന്ന് പറഞ്ഞാൽ 2 raised to 1 എന്ന് പറഞ്ഞാൽ 1 into 2 തന്നെ 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 തന്നെ അല്ലേ. നെക്സ്റ്റ് 1 into 2 raised to 0 അതെങ്ങനെ എഴുതും 1 into 2 raised to 0 എന്ന് പറഞ്ഞാൽ 1 നമുക്കറിയാമല്ലോ. നെക്സ്റ്റ് 0 into 2 raised to minus 1 നമുക്ക് എഴുതാം 0 into 1 by 2 raised to 1 എന്ന് എഴുതാം അല്ലേ. പ്ലസ് ഇനി അടുത്തത് എന്താണ് 1 into 2 raised to minus 2 എന്ന് കൊടുത്താൽ 1 into 1 by 2 സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് ഇത് 1 into 2 raised to minus 3 എന്ന് പറഞ്ഞാൽ 1 into 1 by 2 ക്യൂബ് എന്ന് എഴുതാം 2 ക്യൂബ് അല്ലേ. ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും അവസാനം നമുക്ക് ഇങ്ങനെ എഴുതാം ദാറ്റ് ഇസ് ഈക്വൽ ടു 1 into 4 അല്ലേ. 1 into 4 എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 1 into 2 എന്ന് പറഞ്ഞാൽ you will get 2 അല്ലേ. then 1 into 1 means 1 itself അല്ലേ 1 plus അല്ലേ. then 0 into next ഏതാണ് നെക്സ്റ്റ് എന്താ 1 second this one അടുത്ത ഇത് അല്ലേ 0 into 1 by 2 raised to 1 എന്ന് പറഞ്ഞാൽ 0 കൊണ്ട് ഏത് നമ്പറിനെ ആഡ് ചെയ്താലും 0 കിട്ടും. അതുകൊണ്ട് നമ്മൾ ബാക്കി കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ ഇവിടെ 1 into this one 1 into 1 by 2 സ്ക്വയർ 1 into 1 by 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തും ഈ 1 into 1 എന്ന് പറഞ്ഞാൽ 1 1 ഗുണിച്ചാൽ എന്താണ് 1 into 1 എന്ന് പറഞ്ഞാൽ 1 by 2 raised to 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 raised to 2 എന്ന് പറഞ്ഞാൽ എന്താണ് 4 1 by 4 പ്ലസ് ദെൻ ഇവിടെ ലാസ്റ്റ് ഈ കൊടുത്തിരിക്കുന്നത് കണ്ടോ 1 into 1 സെക്കൻഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 1 into 1 by 2 ക്യൂബ് എന്താ എഴുതിയിരിക്കുന്നത് അറിയോ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് 1 into 1 by 2 ക്യൂബ് എന്ന് എഴുതി 1 into 1 by 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം 1 into 1 ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ 1 into 1 1 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ശരിയല്ലേ. അപ്പോൾ സോ 1 by 8 എന്ന് കിട്ടും അല്ലേ. സംശയം ഉണ്ടോ ഇവിടെ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത് ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ലാസ്റ്റ് എഴുതിയിരിക്കുന്നത് ഇത് കണ്ടോ 1 into 1 by 2 ക്യൂബ് എന്ന് എഴുതി 1 into 1 by 2 ക്യൂബ്. അത് ഒന്നുകൂടെ ഇവിടെ എഴുതാം 1 into 1 by 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യും എന്ത് കിട്ടും 1 എന്ന് കിട്ടും. താഴെ എന്തുണ്ട് 2 ക്യൂബ് എന്നുണ്ട്. ദാറ്റ് മീൻസ് 1 by 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും 1 by 8 എന്ന് കിട്ടും അല്ലേ. ശരിയല്ലേ. കളറൊന്ന് ചേഞ്ച് ചെയ്യട്ടെ. ഓക്കെ 1 by 8 എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും ആൻസർ 4 എന്ത് കിട്ടും 4 plus 2 6 plus 1 7 plus അല്ലേ നമുക്ക് എന്ത് കിട്ടും കളറൊന്ന് ചേഞ്ച് ചെയ്യുന്നു നമുക്ക് എന്ത് കിട്ടും 7 plus അല്ലേ എന്നാൽ എങ്ങനെ കിട്ടിയത് 4 2 6 6 1 7 7ൻ്റെ കൂടെ ഇനി 1 by 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.25 അല്ലേ 0.25 1 by 4. ദെൻ 1 by 8 എന്ന് പറഞ്ഞാലോ 1 by 8 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക 1 by 8 എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും 1നെ 8 കൊണ്ട് ഹരിക്കണം അല്ലേ. വരച്ച് വെക്കാം 1/8 8 കൊണ്ട് ഹരിച്ച് എത്ര കിട്ടും 8ൽ പോവില്ല 10 അല്ലേ 0 അല്ലേ 1 8 എന്ന് കിട്ടും അല്ലേ. ബാക്കി എത്രയുണ്ട് 2 20 2 8 16 അല്ലേ 16 കുറച്ച് കഴിഞ്ഞാൽ 4 40 അപ്പോൾ എത്ര കിട്ടും 5 8 40 ശരിയല്ലേ. 1നെ 8 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും അപ്പോൾ ആൻസർ എത്ര കിട്ടും ആൻസർ കിട്ടുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയ 0.125 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്നാൽ 7 plus 0.25 plus 0.125
അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 7 പ്ലസ് നമുക്ക് കിട്ടിയ എന്താണ്? 7 പ്ലസ് 0.25 പ്ലസ് 0.125 ഇത്രയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 5 7 3 അല്ലേ പോയിൻറ്റ്. സോ വിൽ ഗെറ്റ് 7.375 എന്ന് കിട്ടും. 7.375 കറക്റ്റ് അല്ലേ? അതായത് നമ്മുടെ 111.011 ബേസ് 2 എന്ന് പറയുന്നത് ബൈനറിയിലുള്ള ഈ നമ്പറിന് തുല്യമാണ് ഡെസിമലിലുള്ള 7.375 എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, സോ സെയിം തിങ് ഇവിടെ സോൾവ് ചെയ്ത് കാണാൻ പറ്റും. കണ്ടോ, നമ്മുടെ നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1ൻ്റെ വെയിറ്റ് 2⁻0, നെക്സ്റ്റ് 1ൻ്റെ വെയിറ്റ് 2⁻1, 2⁻0, 2⁻−1, 2⁻−2, 2⁻−3 അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ദിസ് പ്ലസ് ദിസ് പ്ലസ് ദിസ് പ്ലസ് ദിസ് പ്ലസ് ദിസ് പ്ലസ് ദിസ് എന്ന് കിട്ടും. അപ്പോൾ അതായത് 1 × 2 സ്ക്വയർ പ്ലസ് 1 × 2⁻1, അതായത് ദിസ് 1 പ്ലസ് 1 × 2⁻0 പ്ലസ് then 0 × 2⁻−1 plus 1 × 2⁻−2 plus then 1 × 2⁻3 അല്ലേ. സോ യു വിൽ ഗെറ്റ് 1 × 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 × 4 പ്ലസ് ദിസ് ഇസ് 1 × 2 പ്ലസ് ദിസ് ഇസ് 1 × 1 പ്ലസ് ദിസ് ഇസ് 0 × 2 1/2 പ്ലസ് 0 × 1/2 പ്ലസ് then this one 1 × 2⁻². ഇവിടെ ഒരു 1/4 മിസ്സിങ് ഉണ്ട്. 1 × 1/4. അതുപോലെ ഇവിടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഒന്നുണ്ട്. 1 × 2⁻³ എന്ന് പറഞ്ഞാൽ 2⁻³ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1/2⁻³ എന്ന് വരും. അതായത് 1/8 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് വരും? ഒരു 1/8 കൂടെ വരും കേട്ടോ. ആ ബുക്കിനകത്ത് മിസ്സിങ് ആണ്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 1 × 4 എന്ന് പറഞ്ഞാൽ 4 കിട്ടും. 1 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കിട്ടും അല്ലേ. ദെൻ 1 × 1 1, 0 × എനി നമ്പർ 0. ദെൻ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര കിട്ടും? 0.25 കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര കിട്ടും? 0.125. ഇത് മൊത്തം ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 7.375 എന്ന് കിട്ടും. അതായത് നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതാണ്. 111.011 ബേസ് 2 എന്ന് പറയുന്നത് ബൈനറിയിലെ ആ നമ്പറിന് തുല്യമാണ്. എന്ത്? ഈ നമ്പർ. ഏത്? ഈ നമ്പർ 7.375. അതായത് ഈ നമ്പറിന് തുല്യമാണ് ഡെസിമലിലെ 7.375. ഡൺ. സോ ദിസ് ഇസ് ബൈനറി നമ്പർ സിസ്റ്റം. നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് സെഷൻ. നമ്മൾ മൊത്തം സംഭവങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ബൈനറി നമ്പർ സിസ്റ്റത്തിനകത്ത് 2 സിമ്പിൾസ് ആണുള്ളത്, 0 and 1. അതുകൊണ്ട് ഇതിൻ്റെ ബേസ് അഥവാ റാഡിക്സ് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. ഇതൊരു പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. സോ 2 സിമ്പിൾസ് ആണുള്ളത്. ബേസ് 2 ആണ്. പൊസിഷൻ നമ്പർ സിസ്റ്റമാണ്. പൊസിഷൻ വാല്യൂസ് 2⁻0, 2⁻1, 2⁻2 അങ്ങനെ വരും. അല്ലെങ്കിൽ ചിലപ്പോൾ 2⁻−1, 2⁻−2 അങ്ങനെയും വരാം പോയിൻ്റ് ഉണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ ഓരോ ഡിജിറ്റിനെയും നമ്മൾ ബിറ്റ് എന്നാണ് വിളിക്കുക. സോ 1111, 010 അല്ലെങ്കിൽ 011 ഇതെല്ലാം ഓരോ ബിറ്റാണ്. ഇതിനെയൊക്കെ നമ്മൾ ഡിജിറ്റ് എന്നല്ല വിളിക്കുക, ബിറ്റാണെന്ന് വിളിക്കുക. അതുപോലെ ഈ പാർട്ടുള്ളതിന് മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് എന്ന് വിളിക്കും, MSB. ഈ റൈറ്റ് മോസ്റ്റ് ഉള്ളതിനെ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് എന്ന് വിളിക്കും. നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 5825 എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ വിളിച്ചിരുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്, MSD. ദിസ് ഈസ് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് എന്ന് വിളിച്ചിരുന്നത്. പക്ഷേ ബൈനറിയിൽ ബിറ്റ് എന്ന് ആയതുകൊണ്ട് ലെഫ്റ്റ് മോസ്റ്റ് സിമ്പിളിനെ നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് എന്ന് വിളിക്കും. റൈറ്റ് മോസ്റ്റ് ഉള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റ് എന്ന് വിളിക്കും. ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ബൈനറി സിസ്റ്റം കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തു. 2 സിമ്പിളുള്ളത് 0-1. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസ് 2 എന്നാണ്, റാഡിക്സ് 2 ആണ്. അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എങ്ങനെ കാണാൻ പറ്റും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് ബൈനറി നമ്പറിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക, എക്സ്പാൻഡഡ് ഫോം വഴി നമ്മൾ എങ്ങനെയാണ് ബൈനറിയെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് വരെ പഠിച്ചു കഴിഞ്ഞു.
ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പിന്നെ ചർച്ച ചെയ്യും. അടുത്ത നമ്മുടെ നമ്പർ സിസ്റ്റം ഒക്ടൽ നമ്പർ സിസ്റ്റമാണ്. അതിൻ്റെ മുമ്പ് ഒറ്റ കാര്യം കൂടെ പറയട്ടെ. ബൈനറി നമ്പർ സിസ്റ്റമാണ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത്. ബൈനറി നമ്പർ സിസ്റ്റമാണ് കമ്പ്യൂട്ടറിനകത്ത് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം വരാം. എന്തുകൊണ്ടാണ് ബൈനറി നമ്പർ സിസ്റ്റം ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? എന്തുകൊണ്ടാണ് ഇത് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം 2 സിമ്പിൾസ് ഉള്ളത്, ഒന്ന് 0 ഒന്ന് 1. കമ്പ്യൂട്ടറിൽ എല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് വോൾട്ടേജ് വെച്ചിട്ടാണ്. വോൾട്ടേജ് എനി ഡേറ്റ നമ്മൾ പറഞ്ഞു എല്ലാം കമ്പ്യൂട്ടറിലെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് മാത്തമാറ്റിക്കലായിട്ടാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവൻ മാത്തമാറ്റിക്കലാണെങ്കിലും അതിൻ്റെ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ വോൾട്ടേജുകളാണ്. അപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് 0 ഒരു വോൾട്ടേജ്, ഉദാഹരണമായിട്ട് +5 വോൾട്ട് 0ക്ക് കൊടുക്കുകയാണെങ്കിൽ 1നെ റെപ്രസെൻ്റ് ചെയ്യാൻ -5 വോൾട്ട് എടുക്കാം. എല്ലാം വോൾട്ടേജ് ആയിട്ടാണ് കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യുക. എല്ലാ ഇലക്ട്രോണിക് ഡിവൈസും വർക്ക് ചെയ്യുന്നത് വോൾട്ടേജ് ബേസ്ഡ് ആണ്. അപ്പോൾ ബൈനറിയിൽ ആകെ 2 സിമ്പിൾസ് ഉള്ളത് 0യും 1ഉം. അതുകൊണ്ട് ഈ 0യും 1ഉം ഉപയോഗിച്ച് നമുക്ക് കമ്പ്യൂട്ടറിലെ എല്ലാ ഡേറ്റയും റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ 0ക്ക് ഒരു വോൾട്ടേജും 1ന് മറ്റൊരു വോൾട്ടേജും വേണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാവും. ആകെ 2 വോൾട്ടേജുകൾ മതി ഒരു കമ്പ്യൂട്ടറിനകത്ത് ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ. കമ്പ്യൂട്ടറിനകത്ത് എല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ബൈനറി വഴിയാണ്. ബൈനറി നമ്പർ സിസ്റ്റം അടിസ്ഥാനമാക്കിയാണ്. ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ആകെ 2 ബിറ്റുകളേ ഉള്ളൂ. ഒന്ന് 0 ഒന്ന് 0 ഒന്ന് 1. അപ്പോൾ 0ക്ക് നമുക്കൊരു വോൾട്ടേജ്, ഉദാഹരണമായിട്ട് +5 വോൾട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 1ന് നമുക്ക് മറ്റൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യാം, -5. അപ്പോൾ ഈ എല്ലാ ഡേറ്റയും, ഇപ്പോൾ വലിയൊരു ഡേറ്റ 1 1 0 0 1 1 1, ഇപ്പോൾ ഇത് വലിയൊരു നമ്പറാണല്ലോ. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഇതെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? 1നെ +5 വോൾട്ട് അല്ലെങ്കിൽ -5 വോൾട്ട് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതിനെയും -5 വോൾട്ട് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതിനെ +5 വോൾട്ട് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതിനെ +5 വോൾട്ട് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതിനെ -5 വോൾട്ട് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. -5 വോൾട്ട് -5 വോൾട്ട്. അപ്പോൾ എന്ത് മനസ്സിലായി? എല്ലാം 0യും 1ഉം മാത്രമാണെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് ഡേറ്റ വോൾട്ടേജ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആകെ 2 വോൾട്ടേജ് ലെവൽ മതി. 0ക്കൊരു വോൾട്ടേജ്, ഉദാഹരണമായിട്ട് +5 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ 1ന് മറ്റൊരു വോൾട്ടേജ് -5 വോൾട്ട് എന്ന് മതി. അതായത് കമ്പ്യൂട്ടർ മൊത്തം വർക്ക് ചെയ്യാൻ കമ്പ്യൂട്ടറിനകത്ത് ആകെ 2 വോൾട്ടേജ് ലെവലുകൾ മതി. കാരണം ബൈനറി നമ്പർ സിസ്റ്റം അടിസ്ഥാനമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ആകെ 2 സിമ്പിളേ ഉള്ളൂ, 0യും 1. അപ്പോൾ 0ക്കൊരു വോൾട്ടേജും 1ന് മറ്റൊരു വോൾട്ടേജും മാത്രം അപ്ലൈ ചെയ്താൽ മതി. അതുകൊണ്ടാണ് പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കമ്പ്യൂട്ടറിനകത്ത് ബൈനറി നമ്പർ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം യൂസ് ചെയ്യാതെ കമ്പ്യൂട്ടറിനകത്ത് ബൈനറി നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇതാണ്. എന്താണ് ആൻസർ എഴുതേണ്ടത്? ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ആകെ 2 ബിറ്റുകളേ ഉള്ളൂ, 0 and 1. ഈ 0യും 1ഉം ഉപയോഗിച്ച് നമുക്ക് ഏത് ഡേറ്റയും സ്റ്റോർ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് 2 വോൾട്ടേജ് ലെവലുകൾ മതി. 0ക്കൊരു +5 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ 1ന് -5 വോൾട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ടറിനകത്തുള്ള ഏത് ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യാനും ആകെ 2 വോൾട്ടേജ് ലെവലുകൾ ആവശ്യമേ ഉള്ളൂ ബൈനറി നമ്പർ സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ. നേരെ മറിച്ച് നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എത്ര സിമ്പിൾസ് ഉണ്ട്? 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. ഇനി 9 സിമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇതിനൊരു വോൾട്ടേജ് വേണ്ടി വരും. ഇതിനിപ്പോൾ ഉദാഹരണമായിട്ട് +1 വോൾട്ട്, ഇതിന് +2 വോൾട്ട്, ഇതിന് +3 വോൾട്ട്, അല്ലേ, ഇതിന് +4 വോൾട്ട്. അങ്ങനെ ഓരോന്നിനും വെവ്വേറെ വോൾട്ടേജ് ലെവൽ കൊടുക്കണം. അങ്ങനെ 10 ഡിഫറെൻറ്റ് വോൾട്ടേജ് ലെവൽ ഉപയോഗിക്കണം കമ്പ്യൂട്ടറിൽ ഡെസിമൽ നമ്പർ സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ. ഓരോ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യാനും എന്ത് വേണം? ഒരു വോൾട്ടേജ് ലെവൽ വേണം. ഡെസിമലിനകത്ത് 10 സിമ്പിൾസ് ഉള്ളതുകൊണ്ട് 10 ഡിഫറെൻറ്റ് വോൾട്ടേജ് ലെവൽ ഉപയോഗിച്ചിട്ടേ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഡെസിമൽ നമ്പർ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് 10 ഡിഫറെൻറ്റ് സിമ്പിൾസ് ഉണ്ട്. 0 1 2 3 4 5 6 7 8 9 എങ്ങനെ 10 ഡിഫറെൻറ്റ് സിമ്പിൾസ് ഉണ്ട്. ഓരോ സിമ്പിളിനും വ്യത്യസ്തമായ വോൾട്ടേജ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള 10 ഡിഫറെൻറ്റ് വോൾട്ടേജ് ലെവൽസ് ആവശ്യമായിട്ട് വരും. എന്തുപയോഗിക്കുകയാണെങ്കിൽ? ഡെസിമൽ നമ്പർ സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ. പക്ഷേ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ആകെ 2 സിമ്പിൾസേ ഉള്ളൂ, 0യും 1ഉം. അതുകൊണ്ട് 0ക്ക് നമുക്ക് എന്ത് ചെയ്യാം?
സീറോക്ക് നമുക്ക് സീറോക്ക് ഒരു വോൾട്ടേജ് ലെവൽ കൊടുക്കാം +5, 1ന് മറ്റൊരു വോൾട്ടേജ് ലെവൽ കൊടുക്കാം -5. ഞാൻ ഈ +5 -5 എന്നൊക്കെ പറയുന്നത് ഒരു എക്സാമ്പിളായിട്ടാണ്. അത് ഡിപ്പെൻസ് ഏത് വോൾട്ടേജ് ലെവലാണ് വേണ്ടതെന്ന് ആ സിസ്റ്റം തീരുമാനിക്കും. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന ഭാഷയായ മാത്തമാറ്റിക്സ് ബൈനറി നമ്പർ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 2 സിമ്പിളേ ഉള്ളൂ. അതുകൊണ്ട് ഏത് ഡേറ്റയും 0യും 1ഉം ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് 2 വോൾട്ടേജ് ലെവലുകൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് ഏത് ഡേറ്റയും കമ്പ്യൂട്ടറിനകത്ത് റെപ്രസെൻ്റ് ചെയ്യാം. ബൈനറി നമ്പർ സിസ്റ്റം ആണെങ്കിൽ 2 സിമ്പിളേ ഉള്ളൂ, 2 വോൾട്ടേജ് മതി. ഡെസിമൽ നമ്പർ സിസ്റ്റമായിരുന്നു നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് 10 ഡിഫറെൻറ്റ് വോൾട്ടേജ് ലെവൽസ് കമ്പ്യൂട്ടറിനകത്ത് ആവശ്യമായിട്ട് വരുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് പകരം ബൈനറി നമ്പർ സിസ്റ്റം കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന ഭാഷയായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം കേവലം 2 വോൾട്ടേജ് ഉപയോഗിച്ച് നമുക്ക് ഏത് ഡേറ്റയും കമ്പ്യൂട്ടറിനകത്ത് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഈ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഒക്ടൽ നമ്പർ സിസ്റ്റം ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, എല്ലാ കുട്ടികളെയും ഞാൻ അടുത്ത സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു വെരി മച്ച്.